കലാപരിപാടി കുറച്ച് കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. 4 ദിവസം അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ആധാരപരിപാടിയും കറക്റ്റ്. അതെ, സുഖമായിട്ട് പോകുന്നു. ഞങ്ങളൊരു 7 മണിയായപ്പോഴേക്ക് എത്തി. അല്ലല്ല, എന്നെ അരുണ് വിളിച്ചതാണ്. ആണല്ലേ, അരുണ് വിളിച്ചിട്ട് തന്നെ. തറവാടാണല്ലേ. നന്നായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. പേരെന്തായിരുന്നു? സാവിത്രി. ഇവിടെ ചേച്ചീൻ്റെ വീട്ടിൽ വന്നേ അല്ലേ? ശരിയാന്നാ. വയറൊക്കെ ഒഴിവാക്കി കോർഡിനേറ്റ്സ് മൈക്കൊക്കെ പിടിച്ച് ചെയ്യണം. നല്ല പരിപാടിയായിരുന്നു. എനിക്ക് അമൃതാനെ പരിചയമുണ്ട്. അമൃത അല്ല അപ്പൊ അമൃത. അതെ. തണുപ്പാവുമ്പോൾ വാദ്യോപകരണങ്ങളിൽ നിന്ന് ശബ്ദം വരില്ല, അതുകൊണ്ട് ചൂടാക്കുന്നതാണ്.
പങ്കുള്ളമുണ്ട് ഭക്തകോടി പെരുമക്കളെ മാധ്യമ കോവിഡ് തിരുവാതി കക്ഷിയെ മുന്നിട്ട് നடைபெறும் എടുത്തോളാം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കാം. സ്ട്രീം ട്രാവലർ അരുവി സഞ്ചാരി വീഡിയോ കവർ ചെയ്യാൻ വന്നത്. കാട്ട് നായ്ക്കരുടെ ആചാരപ്രകാരം അവരുടെ മൂർത്തിയാണ്. വെറ്റിലയും അടക്കയും പുകലയും തിരിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ പേര്? പ്രകാശ്. ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ആ പോരെ. കേട്ടോ രണ്ടിലായിരുന്നു ഇത്. കുലദൈവങ്ങളുടെ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു കാവുണ്ട്. ഈ കാവും മരങ്ങളെല്ലാം ഇവർ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഓ എടുക്കും. കാവി പോട്ട് വരാം. വാ ആ കാണണം. കാവി പോട്ട് വരും. ഓ ഇനി ഒത്തിരി പേര് വന്നു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നതും കൂടെ. പിന്നെ വേണമെങ്കിലേ ആ റോട്ടിൽ അവിടെ നിന്നിട്ട് മൊത്തം ഒന്ന് കറക്കിയെടുത്താൽ നന്നായിരിക്കും. ആണല്ലേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാ കളി തുടങ്ങുക. ദോഷം കഴിക്കെന്താ പറ്റിയേ? ബത്തേരി വരുമ്പോ വിളിക്കണം കേട്ടോ. ഓക്കെ. പക്ഷെ എന്താ പറയാ, വരുമെങ്കില് തലേദിവസം പറയണേ. എനിക്ക് സ്കൂളിൽ ഫോൺ എടുക്കൂലേ. മഞ്ഞൾ കൊളുത്ത ഒന്നും പറ കൊളുത്ത ധൈര്യം കൊളുത്ത എല്ലാ വീടും ഞാൻ നോക്കും. കാണുന്നുണ്ടല്ലേ. എന്റെ നമ്പർ ഇല്ലേ അതിലേക്കൊന്ന്. ഓ ഇതാ. ഓ ഇത് പറയുന്നത് മൊത്തം റെക്കോർഡ് ചെയ്യാൻ. എനിക്കറിഞ്ഞില്ലല്ലോ. അല്ലല്ല അറിയാൻ അതും കിട്ടിക്കോളും. അല്ല ഇപ്പോഴറിഞ്ഞ എടുത്തോ. നമ്പർ ഇല്ലേ അതിലേക്ക് അയച്ചു തരണം കേട്ടോ. ഒത്തിരി സന്തോഷം. ആണല്ലേ. ഇവിടെ അരുണ് വിളിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഭക്ഷണം നിങ്ങളാണ്. ആണല്ലേ. പച്ചക്കറികളാണോ? എന്താ പറയുക, ഇന്ന് നാളെയാണ് നമുക്ക് പ്രത്യേകിച്ച് ചടങ്ങുകൾ കാണാനുള്ളതും ആണല്ലേ. നാളെ തുടങ്ങി ഇന്നും ആണല്ലേ. ഇനി ബാക്കിയുള്ളൊക്കെ സാറ് ഞങ്ങൾ എടുത്തോളാം. നിങ്ങളുടെ കളികൾ എപ്പോഴാ എവിടെയാ തുടങ്ങുക? എപ്പോഴാ തുടങ്ങുന്നത്? ഇപ്പൊ തുടങ്ങും. ഭക്ഷണം നേരത്തെ കൊടുക്കും അതോ? റെഡി ആയിട്ടുണ്ട്. അപ്പൊ കൊടുക്കും. എടുക്കാം. അപ്പൊ ഇവരൊക്കെ കിട്ടിയില്ലേ? അപ്പൊ അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ അമ്മമാര് ഇരിക്കണ്ട, അവരൊക്കെ എടുക്കാൻ പാ. അപ്പൊ സവാ എടുത്തോ. ഞാൻ പറയട്ടെ. നോക്കൂ, പ്ലാവാണ്. ആ പ്ലാവിന് ഇവിടെ തറയൊക്കെ കെട്ടി അവര് പൂജിക്കുകയാണ്. ഞങ്ങളുടെ ഭാഷ മനസ്സിലാവില്ലേ?
യാനര മലയാളമൊക്കെ അറിയാം. ആ. പാട്ട് പാടുവോ അമ്മ? പാട്ട് പാടുവോ? ഏയ് വയനാട് ജില്ലയും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന പാട്ടവേലിന് അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നായ്ക്ക സമുദായക്കാരാണ് ഈ ക്ഷേത്രം കൊണ്ടു നടക്കുന്നത്. ഇവരുടെ കുലദൈവത്തെയാണ് ഇവിടെ പൂജ നടത്തുന്നതും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ഷേത്ര വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. പറഞ്ഞു ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞു. ആദ്യം നിങ്ങളുടെ ഭാഷ പറഞ്ഞോളൂ. ಅದಾയത് ಇದು ನಂಗೆ ಕುಲದೈವ ಅಂತ ಹೇಳಲ್ಲ ಕಾರಣ ಇದು ಹೆತ್ತಜೀರಪ್ಪ. ಅದು ಹೆತ್ತಜೀರು ಒಡಿಚಿ ಒಡೇನು ಅಂಚೆ ಕೊಂಡಾಡಿ ಒರಿಸತೋറും കൊണ്ടാടി ನಂಗೆ ನಡಿಚೋಡು ಬರೋದು. ಆ ದೈವನ ಇಂದು ಕಾಲಾಟಂ ಆ ದೈವಗೊಂದ್ಸಟ್ಟು ನೀರು ಹಾಕ ಜಿನಪ್ಪ ಅದು ಇಂದು. ಆ ಜಿನಲ್ಲಿ ನಂಗೆ ಎಲ್ಲ ಮಕ್ಕಂ ಈ ಕುಟುಂಬಲ ಮಕ್ಕಂ ಮತ್ತೆ ಲೋಗಲ ಮಕ್ಕ ಎಲ್ಲ